ഷെയ്ൻ ചേട്ടാ, എന്തൊക്കെയാണ് ഈ ഒരു ഇലക്ഷന്റെ പ്രതീക്ഷകൾ? എന്തൊക്കെയാണ്? ഇപ്പൊ ഇലക്ഷൻ വോട്ട് ചെയ്തോ? ഇല്ല, വോട്ട് ചെയ്യാൻ പോകുന്നു. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഈ ഒരു പ്ലേസ് ആണ്, അപ്പൊ എപ്പോഴും ഓർമ്മകൾ ഉള്ളതാണ്, അപ്പം അതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാൻ ഈ അമ്മയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെ? ഈ ആനുവൽ മീറ്റ് ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് വരുന്നുണ്ട്. 3ാമത്തെ തവണയാണ്. 3ആണോ 4ആണോ കറക്റ്റ് ഓർമ്മയില്ല. 4ാമത്തെ 3ാമത്തെ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നൊരു സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കിട്ടില്ലല്ലോ, വർഷത്തിലൊരിക്കലല്ലേ അത് കിട്ടും, വർഷത്തിലൊരിക്കൽ. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ഉപയോഗിക്കും, എല്ലാവരും കാണാനും തിരിച്ച് കണക്ട് ചെയ്യാനും എല്ലാവരോടും മിണ്ടാനൊക്കെ. ഇടവേള ബാബു ചേട്ടൻ ഭാരവാഹിത്വത്തിൽ നൊഴിയാണ്. അപ്പം 4 വർഷമാണെങ്കിൽ കൂടെ ആ ഒരു സിനിമാ മേഖലയിൽ ഒരുപാട് ഓർമ്മകൾ ബാബു ചേട്ടനുമായിട്ട് കൂടെ ഉണ്ടാവും. അപ്പം അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്? ഞാൻ ഒരുപാട് മിസ് ചെയ്യും ബാബു ചേട്ടനെ. കാര്യം ബാബു ചേട്ടന് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. ഇപ്പോൾ ഒരു അസോസിയേഷനിലെ ഭാരവാഹിക്ക് അപ്പുറത്തേക്ക് ഒരു ബ്രദർലി അഫെക്ഷനാണ് എനിക്ക് ബാബു ചേട്ടനോടുള്ളത്. എന്നെ ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ പിടിച്ച് എന്നെ കയറ്റി കൊണ്ടുവന്ന ഒരാളാണ്. എന്നും ഇപ്പോൾ ഈ സ്ഥാനത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഒരുപാട് നന്ദിയും കടപ്പാടും ഉള്ള ഒരാളാണ്. ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്ത് ഇത് 3ാം തവണയാണ് വരുന്നത്. നമുക്കറിയാം അദ്ദേഹം എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് പേഴ്സൺ ആണ്. അപ്പം അദ്ദേഹം ഈ 3ാം തവണയും നമ്മുടെ അമ്മയുടെ അമരത്തേക്ക് വരുന്ന സമയത്ത് എന്താണ് സന്തോഷം പങ്കുവയ്ക്കാനുള്ളത്? അല്ല, അത് എന്താ പറയുക, ചില കാര്യങ്ങൾ നമുക്കത് അഭിപ്രായം പറയാനുണ്ടാവാത്ത കാര്യങ്ങളുണ്ടാവും. അതായത് അത് അത്രയും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് എനിക്കൊരു ഒപ്പീനിയൻ പറയാനുള്ള അത്രയും പോലും ഒരു എന്താ പറയുക, ഒരു കാര്യമല്ല. അത് അതിനേക്കാളൊക്കെ വലിയൊരു കാര്യമാണല്ലോ. അമ്മ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സിനിമാക്കാർക്ക് മാത്രമല്ല, അതിന് പുറത്തേക്കും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി കൈനീട്ടം, സാന്ത്വന സ്പർശം ഒരുപാടുണ്ട്. അപ്പം അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച്, അമ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല കാര്യമാണ്. കാര്യം അദ്യൻ്റേത് കുറേ പേർക്ക് ഗുണമുള്ള ഒരവസ്ഥയാണല്ലോ. പിന്നെ ഞാൻ അതിനൊക്കെ എന്താ പറയേണ്ടത്? പുതിയ സിനിമയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാൻ? മദ്രാസ്കാരൻ എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിം ഇറങ്ങുന്നുണ്ട്. അത് സെപ്റ്റംബറിലുണ്ടാവും. പിന്നെ ഇപ്പോൾ ഹാൽ എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് നടക്കുന്നുണ്ട്. ഷൂട്ടിംഗ് സെറ്റിനാണോ വരുന്നത്? അതെ അതെ അതെ. നമുക്ക് എന്തായാലും ഹാൽ ഇപ്പം ലാസ്റ്റ് ലിറ്റിൽ ഹാർട്ട്സ് ഇറങ്ങി ഭയങ്കര ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാലും മദ്രാസ്കാരനും ഒക്കെ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ജെയിൻ സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ, പവേർഡ് ബൈ മൈജി ഫ്യൂച്ചർ, ഇന്ത്യാസ് #1 ലാംഗ്വേജ് അക്കാഡമി, നീതൂസ് അക്കാഡമി.